ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് ഈവനിങ് ഫ്രീ ആയതുകൊണ്ട് പപ്പുവിനെ ജസ്റ്റ് പാർക്കിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കളിക്കാൻ വിടാം, അവൻ്റെ ബൈക്കൊക്കെ ഒന്ന് ഓടിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഈവനിങ് യാത്രയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. പപ്പു ഭയങ്കര എക്സൈറ്റഡാണ്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഉറങ്ങാതെ ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞ് അച്ഛനെയും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. സാധാരണ ഞങ്ങൾ പപ്പിനെ ബാക്കിൽ കാർ സീറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇരുത്താറ്. പക്ഷേ ഈ ബൈക്ക് കൊണ്ടുപോകുന്ന ദിവസത്തെ പ്രശ്നം, നമുക്ക് ബൈക്ക് ഫുൾ സീറ്റിൽ കവറായിരിക്കും, ഡിക്കിയിൽ കൊള്ളില്ല. അപ്പോൾ നമ്മുടെ കാർ സീറ്റും കൂടെ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ബാക്കിലിരിക്കാനോ പറ്റത്തില്ല, എനിക്കും പപ്പൂനും കൂടെ. അപ്പോൾ അത് കാരണം ബൈക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ വണ്ടിക്കകത്തിരുന്നാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കള്ളക്കരച്ചിലൊക്കെ കാണിച്ച് ഇങ്ങനെ രസമായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് പോകത്ത് സേഫല്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് സൺസെറ്റ് ടൈം അല്ലേ, അപ്പോൾ സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. യെല്ലോയും ഓറഞ്ചും റെഡും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ പപ്പുവിന് അതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു. അതെ, ആരുടെ ബൈക്ക് ഓടിക്കാൻ പോവാ? പപ്പുന്റെയോ? പപ്പുന്റെ ബൈക്ക് ഓടിക്കാൻ പോവാണോ? നമ്മളെവിടെയാ ബൈക്ക് ഓടിക്കുന്നേ? എവിടെ? ഡോൾഫിൻ പാർക്ക്. പറഞ്ഞേ, ഡോൾഫിൻ പാർക്ക്. ഇപ്പൊ ഈ പാർക്കിലാണെങ്കിൽ നമുക്കൊരു വാക്ക് വേ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നടക്കുകയും ചെയ്യാം, അവർക്കിങ്ങനെ ബൈക്ക് ഓടിക്കുകയും ചെയ്യാം. ഹസ്ബൻഡ് കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ഹസ്ബൻഡ് വന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നടക്കുകയും ചെയ്യാമല്ലോ, എനിക്കൊരു എക്സസൈസ് ആവുമെന്നും പറഞ്ഞ് അവൻ ബൈക്ക് ഓടിക്കുന്നു, ഞാൻ അവൻ്റെ കൂടെ പോകുന്നു. അവനിങ്ങനെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് നോക്കി പോകണമെങ്കിൽ നല്ല ഹാൻഡിൽ ബാലൻസാണ്, നമ്മൾ നോക്കിയില്ലെങ്കിൽ അവൻ കറക്റ്റായിട്ട് പൊക്കോളും. പക്ഷേ ഇതുപോലെ ടോയ്സിലൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ചിടിക്കോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരാൾ കൂടെ കാണും. അത് കഴിഞ്ഞ് പോപ്കോൺ വേണമെന്നും പറഞ്ഞാൽ അച്ഛനും മോനും കൂടെ പോയിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് വന്നു. എന്നാൽ ഐസ്ക്രീം ഇരുന്ന് കുടിക്കാനുള്ള ക്ഷമയുണ്ടോ? അതില്ല, കളി. ഇടയ്ക്ക് വന്നൊരു നക്കും, എന്നിട്ട് വീണ്ടും ഓടിപ്പോയി കളിക്കും. അതിൻ്റെ ഇടയിൽ മണ്ണിലിറക്കണമെന്ന് പറഞ്ഞാൽ മണ്ണിലിറക്കി അവിടെ അവന് ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും കളിയിൽ മുഴുകി. പക്ഷേ രസമായി കളി കാണാൻ. കാര്യം അവൻ ഇങ്ങനെ ആ കൂടെ പോകുന്ന കൊച്ചിനെയും ആരെ കിട്ടിയാലും അവൻ പെട്ടെന്ന് കൂട്ടുകൂടും. എന്നിട്ട് അവനറിയാവുന്ന ഇംഗ്ലീഷും മലയാളവും ഒക്കെ യൂസ് ചെയ്തിട്ട് അവൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാനും ഒക്കെ നല്ല രസമാണ്. ആദ്യമൊക്കെ എനിക്കിതുപോലെ ഒറ്റയ്ക്ക് വിടാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അച്ഛന്മാർ വളർത്തുന്ന മക്കൾ കുറച്ച് സ്പെഷ്യലായിരിക്കുമെന്ന് നമ്മൾ ചില വീഡിയോസിലൊക്കെ കേൾക്കാറില്ലേ, അതുപോലെ ചാച്ചവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി വിട്ട് അവനിങ്ങനെ തന്നെ കയറി കളിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് തന്നതിന് ശേഷം എനിക്ക് ആത്മവിശ്വാസമായത്. അപ്പോഴാണ് ഞാൻ ഇവനെ ശരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ വിടാൻ തുടങ്ങി. അതുവരെ ഞാനും കൂടെ കയറുമായിരുന്നു. ഇതാ പാർക്കിൻ്റെ സൈഡ് വ്യൂ, നൈറ്റ് വ്യൂ. നല്ല രസമാണ് ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ നല്ല രസമാണ് നമുക്ക് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, നമുക്ക് ജസ്റ്റ് നടക്കാനും എടുക്കാനൊക്കെ ഒരു കാം അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. എന്നാൽ ഫുഡ് കഴിച്ചേക്കാന്ന് പറഞ്ഞ് സൺ ആൻഡ് സാൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് ചാച്ച പോയ സമയത്ത് വന്ന് ഇരിപ്പാണ്. അച്ഛനെയും വെയിറ്റ് ചെയ്തിരിക്കുക. അച്ഛനെ കണ്ട ഉടനെ ആശാൻ തുള്ളിച്ചാടിപ്പോയി. കാര്യം ഒരു അച്ഛമ്മോനാ, അച്ഛനെ കണ്ടാൽ പിന്നെ അവൻ ആരെയും വേണ്ട. അപ്പോൾ ഞങ്ങൾ സൺ ആൻഡ് സാൻഡ് റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേന് ആശാന് ചെറിയ ഉറക്കം വന്ന് തുടങ്ങി. അവനെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഫുഡ് വന്നപ്പോഴത്തേന് ആശാൻ നല്ല ഉറക്കമായിപ്പോയി. കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 അപ്പം, 2 ബൺ പൊറോട്ട, ഒരു കിങ് ഫിഷ് പൊള്ളിച്ചത്, പിന്നെ ചിക്കൻ കാന്താരി കറി. കിങ് ഫിഷ് പൊള്ളിച്ചത് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ വിചാരിച്ച അത്ര വാവൊന്നുമില്ല. ഒരു അരോമയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്, പക്ഷേ ടേസ്റ്റ് അത്രത്തോളം അങ്ങോട്ട് സൂപ്പറാന്നില്ല. ഓക്കെ. പക്ഷേ ചിക്കൻ കാന്താരി ചാച്ച ഭയങ്കര മോശം റിവ്യൂ പറഞ്ഞത്. ഞാൻ അതിൻ്റെ പീസ് ആക്ച്വലി കഴിച്ചില്ല. കാര്യം ചാച്ച കഴിച്ചിട്ട് പറഞ്ഞത് 2 ദിവസത്തെ പഴയ ചിക്കൻ പോലെ അങ്ങനത്തെ ടേസ്റ്റാണ് എന്ന്. ഡ്യൂട്ടിക്ക് കൊണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഞാൻ ഇത് ഡ്യൂട്ടിക്ക് കൊണ്ടുപോയ ഫുഡാണ്. സാലഡ്, വറ്റൽ, പിന്നെ വറ്റലും സ്വീറ്റ്സും ഞാൻ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. അത് ഞാൻ കഴിച്ചില്ല. ഞാൻ ഡയറ്റിലായതുകൊണ്ട് സാലഡിൽ തന്നെ എൻ്റെ വിശപ്പൊതുങ്ങി. അത് കഴിഞ്ഞ് മോൻ ഉറക്കാണ്ട് പിന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവനും ചാച്ചും കൂടെ വന്ന് കിടന്നുറങ്ങി. ഞാൻ അപ്പോഴത്തേന് റെഡിയായി, ഡ്യൂട്ടിക്ക് വന്ന് റെഡിയായി. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോവാണ്. അങ്ങനെ മനോഹരമായ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.